തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മജിസ്ട്രേറ്റിൽ അന്വേഷണം ആരംഭിച്ചു. അപകടത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സബ് കളക്ടർ കെ മീര വ്യക്തമാക്കി. നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ചകൾ നടത്തുമെന്നും അവർ പറഞ്ഞു. നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റാണ് നടത്തിയത്. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ രേഖകളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഇവിടെ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യം, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നോ, എങ്ങനെയാണത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ സൈഡായിട്ട് ഇവിടെ ഉണ്ടായ നമ്മുടെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പും അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഭാവിയിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടെ പരിഗണനയിൽ വരുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ഇന്ന് വെച്ചിട്ടുണ്ട് വൈകുന്നേരം. അപ്പം അതിലൊരു നമുക്ക് ഒരു ധാരണയിൽ എത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവർക്ക് നമ്മളുടെ അറിവിൽ ഇതുവരെ എവിടെ നിന്നും ഒരു പെർമിറ്റും ഇല്ല, ഒരു പെർമിഷൻ ഇല്ല. അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നിനുള്ള ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു വീഴ്ച വന്നതായിട്ട് നമുക്ക് പറയാൻ പ്രൈമ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ പൊളിക്കേണ്ടതാണെങ്കിൽ നമുക്കത് പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അപകടം ഒഴിവാക്കാൻ. അതും ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതെ, ഞാൻ അവിടെ പോയി കുറച്ച് അടുത്തുള്ള വീടുകൾ ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്കൊരു ഇന്ന് തീരുമാനമാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതിനിടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട പ്രദേശവാസികൾ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. കേസിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 5 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മജിസ്ട്രേറ്റിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്? ടോം, ഈ സ്ഫോടനമുണ്ടായ മുഴുവൻ പശ്ചാത്തലവും സാഹചര്യവും എല്ലാം തന്നെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നേരത്തെ സ്ഥലം സന്ദർശിച്ച മജിസ്ട്രേറ്റിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തത്. സബ് കളക്ടർ കെ മീര വ്യക്തമാക്കുകയും ചെയ്തത്. എങ്ങനെയാണ് ഈ സ്ഫോടനമുണ്ടായത്, ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ വസ്തുതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് വരിക. ഒപ്പം ചുറ്റുപാടും വലിയ രീതിയിൽ തന്നെ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നമ്മളുള്ളത് ആ സ്ഥലത്ത് തന്നെയാണ്. ജനങ്ങൾ വളരെ തൊട്ടടുത്ത് താമസിക്കുന്നവരിടത്താണ്, ഒഴിഞ്ഞ ഒരു പറമ്പിലാണ് ഈ സ്ഫോടക വസ്തു ശേഖരം, ഈ പടക്ക നിർമ്മാണ താൽക്കാലികമായൊരു നിർമ്മാണശാല പോലെ പ്രവർത്തിക്കുകയും ചെയ്തത്. ആളുകൾക്ക് ഇത്രയും വലിയ തോതിലേക്ക് ഇവിടേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരുന്നു, അങ്ങനെ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ മുഴുവൻ കാര്യങ്ങളും തന്നെയും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരും. അനുവദനീയമായ അളവിൽ കൂടുതൽ ഇത്തരം ഈ വെടിക്കെട്ടിനെ മറ്റും ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ അതിൻ്റെ ഒരു വീര്യം അത് എത്രയുണ്ടായിരുന്നു. ഇതിന് യാതൊരുവിധ അനുമതിയും വാങ്ങിയിരുന്നില്ല എന്നത് ഒരു കാര്യം. അതോടൊപ്പം തന്നെയും ഇതിൽ ഉപയോഗിച്ച ഏതെങ്കിലും രീതിയിൽ അസംസ്കൃത വസ്തുക്കൾക്ക് വീര്യം കൂടുന്ന രീതിയിലെല്ലാം തന്നെ എന്തെങ്കിലും ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ കരാറുകാർ തന്നെയായിരുന്നു ഇതിൻ്റെ വെടിക്കെട്ടിൻ്റെ മേൽനോട്ടം എടുത്തിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം ആരുടെയും തന്നെയും ഒരു അനുമതിയും തേടാതെ ഇത്രയും വലിയ രീതിയിൽ, വിപുലമായ രീതിയിൽ തന്നെയും ഈ വെടിക്കെട്ട് നടന്നു. അതിൽ ആദ്യഘട്ടത്തിൽ നടന്ന തെക്കുംപുറത്തിൻ്റെ വെടിക്കെട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അടുത്ത ടീമിൻ്റേതാവുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് നടന്നു പോയിരുന്നു. അതും ഇതേപോലെ തന്നെ വലിയ സന്നാഹങ്ങളോടെ നടന്നു പോയിരുന്നു. ഇന്നിപ്പോൾ ആ സംഘത്തിൽപ്പെട്ട 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശത്തിൻ്റെ ആൾക്കാർ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ അറസ്റ്റിലേക്ക് വന്നിട്ടില്ല. ഒപ്പം അവർക്ക് സഹായം ചെയ്തു കൊടുത്ത 4 പേർ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ 9 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. 5 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കരാറുകാരും ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എല്ലാം തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ചുറ്റുപാടും തൊട്ടടുത്തടുത്ത വീടുകളാണ് ഉണ്ടായത്. ഏതാണ്ട് 300ഓളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 8 വീടുകൾ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നു. നിലവിലുള്ള ഈ അടുത്ത വീടുകളുടെ മജിസ്ട്രേറ്റ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ ഈ വീടുകളിലൊക്കെ പരിശോധന ഈ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടോ? ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യം, അതായത് എത്ര വീടുകൾക്ക് കേടുപാടുകൾ സംബന്ധിച്ചു, എത്രത്തോളം
നഷ്ടമുണ്ടായി, എത്ര ലക്ഷം, അതായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയും. അത് സംബന്ധിച്ചുള്ള ഒരു വിവരശേഖരണം ഈ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ നഷ്ടപരിഹാര തുക സംബന്ധിച്ചോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരു നടപടി ഉണ്ടാകേണ്ടത്? ടോം, ഇതിൽ ഏറ്റവും ഇപ്പോൾ കാണുന്ന ഈ വീടുകൾ ഇതുപോലെ സമാനമായ രീതിയിലുള്ള വീടുകൾ ചുറ്റുപാട് ഉണ്ട്. തൊട്ടപ്പുറത്ത് മുഴുവൻ ഈ വീടിൻ്റെ മുഴുവൻ ഓടുകളും തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഈ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ വീടുകൾ താമസിക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലുണ്ടായത്. അപ്പോൾ ഇവരുടെ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തണം. ഒപ്പം ഇവിടെ നിന്ന് മാറ്റിയവർക്കുള്ള ഒരു പുനരധിവാസം, അത് താൽക്കാലികമായി ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അവരെ പൂർണ്ണമായും അവിടെ തന്നെ ഇത് താമസയോഗ്യമാകുന്നത് വരെ അവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ പകരം വാടക വീടുകൾ സജ്ജമാക്കേണ്ടതുണ്ട്, അതിൻ്റെ വാടക കൊടുക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം അത് സംബന്ധിച്ച് നഗരസഭയിൽ ചർച്ച നടക്കുന്നുണ്ട്. അത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇതിൽ അടിയന്തരമായി ധനസഹായം നൽകണം. അതോടൊപ്പം തന്നെയാണ് അടിയന്തരമായി ധനസഹായം നൽകുക എന്നതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ധനസഹായം നൽകുക. ഇതിൽ ക്ഷേത്രം ഭാരവാഹികൾക്കടക്കം എത്രത്തോളം ഇതിൽ ഉൾപ്പെടാൻ കഴിയും എന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും നഷ്ടപരിഹാരത്തിലേക്ക് പോകുക. അത് സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ അടിയന്തര ധനസഹായം നൽകുക, അതിന് ശേഷം പുനരധിവാസം കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കുക എന്നത് സംബന്ധിച്ചാണ്. നമുക്കൊപ്പം തന്നെ ഇപ്പോൾ സ്ഥലം കൗൺസിലർ കൂടിയായ സുരേഷ് ചേരുന്നു. ഈ നഷ്ടപരിഹാരം എന്നത് സംബന്ധിച്ചാണ് എല്ലാവരും പൊതുവെ തന്നെ അന്വേഷിക്കുന്നത്. കാരണം ഇനി അതാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും. ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഒരു പാക്കേജ് അങ്ങനെ എന്തെങ്കിലും നഗരസഭ മുന്നോട്ട് വെക്കുന്നുണ്ട്? എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം? ഇതുവരെ ഒന്നും പരിഹാരം കണ്ടെത്തിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കണക്കെടുക്കുന്നേ ഉള്ളൂ. അത് കണക്കെടുത്ത് കറക്റ്റ് ഒരു ഇത് കിട്ടാണ്ട് നമുക്കൊന്നിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ 3 മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭ എന്തെങ്കിലും സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടത്തി തന്നെന്നുള്ളൊരു ഇന്നലെ മീറ്റിംഗ് അറിയിച്ചിരുന്നു. അപ്പോൾ തീരുമാനമൊന്നും എന്തായാലും ആയിട്ടില്ല. നഗരസഭയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിനും വലിയൊരു ഇതാണോ ഇവിടെയുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ തന്നെ അതിൽ ഒരു കൂടുതൽ ഇടപെടുക എന്നത് തന്നെയാണ്. അതെ, സർക്കാർ തന്നെ കൂടുതൽ ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം ഇത് ചെറിയൊരു എമൗണ്ടിൽ തീരുന്ന സംഭവങ്ങളല്ല. ഒരുപാട് ബിൽഡിങ്ങുകൾ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും ഇതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് വേണ്ട നടപടിയെടുത്ത് ആൾക്കാർക്ക് താമസിക്കാൻ യോഗ്യമായ വീടുകൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നാണ് എല്ലാവരും ആവശ്യം. താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാമാണ് പുരോഗമിക്കുന്നത്? അറ്റകുറ്റപ്പണി ജസ്റ്റ് കഴിഞ്ഞ ദിവസം വരയ്ക്ക് വന്ന്, പിന്നെ അസോസിയേഷൻകാർ ഇപ്പോൾ ഇതുപോലുള്ള ശ്യാം അവരൊക്കെ ചെറിയ ചെറിയ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാണ്ട് തന്നെ എന്നാലും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പണിക്കൂലി ഇല്ലാണ്ട് തന്നെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു ക്ലബിലെ അംഗമാണ്, അത് BSP ക്ലബിലെ. സാധാരണ ആളുകളെല്ലാം സംഘടിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായും. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അടക്കം മാറ്റിയിട്ടുണ്ടല്ലോ, അവരൊക്കെ പൂർണ്ണമായും വീടുകൾ തകർന്നവരാണോ? പൂർണ്ണമായും വീട് തകർന്നു വെച്ചാൽ ഈ വീട്ടുകാർ മാത്രമേ മാറി താമസിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ കുറച്ചൊരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള വീടാണെങ്കിലും താമസയോഗ്യമാണെങ്കിലും അവർക്ക് വീട്ടിൽ താമസിക്കുന്ന ഒരു ഭയമാണ്. കാരണം ബിൽഡിങ്ങിന് ഉറപ്പില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഡോറും കാര്യങ്ങളും അതൊന്നും ഇല്ല. എല്ലാം മിക്ക വീടുകളിലെ 350 വീടുകളോളം ഡോറും ജനലൊക്കെ എല്ലാം അടിച്ചു പോയിരിക്കുകയാണ്. കൂടുതൽ നാശനഷ്ടം ഈ ചുറ്റുവട്ടത്തുള്ളതാണ് കൂടുതലും സംഭവിച്ചിരുന്നത്. ടോം, കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നഗരസഭയ്ക്ക് ഉൾക്കൊള്ളാവുന്ന നഷ്ടപരിഹാരം എന്ന രീതിയിൽ, കാരണം വലിയ രീതിയിൽ തന്നെ നഷ്ടപരിഹാരം അടക്കം നൽകേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായി വീടുകൾ തകർന്ന ഒട്ടനവധി പേരുണ്ട്. അപ്പോൾ ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുക. അത് ഈ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് 2 ആഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇടപെടലുകൾ അടക്കമുണ്ടാകുക. അത് വേഗത്തിലാക്കണം എന്നതാണ് ഇവരുടെ ഒരു ആവശ്യം. കാരണം നമുക്കറിയാം സമീപത്തുണ്ടായിരുന്ന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കാരണം ഈ രീതിയിൽ കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ വലിയ നഷ്ടങ്ങൾ സംഭവിച്ച കുടുംബങ്ങൾക്ക് സഹായം നൽകുകയാണ്. അതോടൊപ്പം എന്ന് ഈ തീക്കളി എന്ന് അവസാനിപ്പിക്കുമെന്ന ചോദ്യം പല കാലങ്ങളിലായി കേരളം ഉയർത്തുന്നതാണ്. കാരണം ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നഷ്ടം സഹിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്, ഈ തൊഴിലാളികളാണ്. നമുക്കറിയാം ഇപ്പോൾ മരട് വെടിക്കെട്ടിന് കൂടി അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെ, അതായത് ഈ പുതിയകാവ് ക്ഷേത്രോത്സവത്തിന് തൊട്ട് പിന്നാലെയാണ് മരട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് അപകടങ്ങൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ് മരട്. ഇപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഈ മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്?
ടോം, അതുകൂടിയ ഒരു കാരണമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപക്ഷെ നമ്മൾ വിശേഷിപ്പിക്കുക ഒരു ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു വെടിക്കെട്ടുകളുടെ ഒരു കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പലതവണയും പല കാഷ്വാലിറ്റിയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ മരട് ക്ഷേത്രത്തോടനുബന്ധിച്ച് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ടെന്ന് പറയുന്നത്. 2008 അപകടത്തിൽ 3 പേർ അവിടെ മരണപ്പെട്ടു. അതിനുശേഷം 2019 അമിതമായ അളവിൽ സ്ഫോടക വസ്തു അടക്കം സൂക്ഷിച്ചതിന് നടപടികളുണ്ടായി. ഇങ്ങനെ ഓരോ തവണയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ രീതിയിലൊരു കാഷ്വാലിറ്റിയിലേക്ക് പോകാത്തത് ഇതുവരെയും എത്തിയിട്ടില്ല. പക്ഷേ എല്ലാ തവണയും ചെറിയ രീതിയിലെങ്കിലും 2008 3 പേരുടെ മരണം പിന്നീട് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതടക്കം പലപ്പോഴും തന്നെ അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിട്ടുണ്ട്. പരാതികൾ ഒരുപാട് ഉണ്ട്. പ്രത്യേകിച്ച് ദൂരപരിധി അടക്കം അവിടെ ലംഘിക്കപ്പെടുന്നു. വലിയ രീതിയിൽ അത്തരം പരാതികളുണ്ട്. കാരണം ആ ഒരു ചെറിയ ചുറ്റളവിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാളും അപ്പുറമാണ് അവിടെ വെടിക്കെട്ട് നടത്തുന്നത്. പലപ്പോഴും ദേശങ്ങളുടെ ഒരു വാശിയും മത്സരവും എല്ലാം തന്നെ പ്രകടമാക്കുന്നത് എന്തുകൊണ്ടോ ദൗർഭാഗ്യം കൊണ്ട് ഈ വെടിക്കെട്ടിലാണ് പലപ്പോഴും തന്നെ അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഇവിടെ അനുമതി നൽകാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ കത്തിൽ നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അനുമതി നൽകാനാവില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് കത്തിൽ അത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ കൂടിയും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിൽ ഈ കിലോമീറ്ററുകൾക്ക് വളരെ കുറച്ച് കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തവും എല്ലാം തന്നെയും അതിന് കാരണമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. വെടിക്കെട്ട് അവിടെ നിരോധിച്ചതിന് ഇപ്പോൾ ചൂരക്കാട്, തൃപ്പൂണിത്തുറ ചൂരക്കാടിൻ്റെ ഈ അപകടവും അതിന് കളക്ടറുടെ ഉത്തരവിന് വരുന്നതിന് സഹായമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കലെങ്കിലും കണ്ണോടിച്ചാൽ പിന്നെ അത് ജാഗ്രതയോടെ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഒരാളുടെ കയ്യിൽ നിന്നും ഒരു അനുമതിയും വാങ്ങാതെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ കാണുന്നതിന് ആരും തന്നെയും ഉത്തരവാദിത്തപ്പെട്ടവർ ആരും തന്നെയും ഇതിന് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. ടോം, വ്യക്തമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിനും വലിയ അപകടങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് മരടും പരിസരവും. ഇതിനേക്കാൾ കൂടുതൽ തൃപ്പൂണിത്തുറയേക്കാൾ കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മരട്. ഒരുപക്ഷെ ഈ തൃപ്പൂണിത്തുറയിൽ ഈ അപകടം ഒരു മുന്നറിയിപ്പാകാം. മരടിൽ ഇതുപോലുള്ളൊരു അപകടമുണ്ടായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാം, നിരവധി ജീവനുകൾ പൊലിയാനുള്ള സാധ്യത ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മനുഷ്യജീവന് വെല്ലുവിളിയാകുന്ന, ഭീഷണിയാകുന്ന വെടിക്കെട്ടുകൾക്ക് ഒരു പൂർണ്ണമായ അന്ത്യം കുറിക്കേണ്ടതല്ലേ എന്ന് പൊതുസമൂഹം ഇതിനു മുൻപും പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്.